SK9 മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ നാട്ടിലെ ആളുകൾ എപ്പോഴും പറയുന്നതായി കേൾക്കുന്ന ഒന്നാണ് കണ്ടകശനി കൊണ്ടേ പോകൂ എന്നത്. ശനി എന്ന ഗ്രഹത്തെ ഒരു ഭയപ്പാടോടെ നോക്കിക്കാണാൻ മേൽപ്പറഞ്ഞ പദപ്രയോഗം സാമാന്യ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നത് സത്യമായ കാര്യമാണ്. കണ്ടകശനി, ഏഴശനി തുടങ്ങിയ സമയദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാനാവും എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം ഓരോ ദിനം വർദ്ധിച്ചു വരുന്നുണ്ട്. കണ്ടകശനി ദോഷങ്ങളെ എങ്ങനെ മറികടക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ ഇടവൻ രാശിയിൽ വരുന്ന കാർത്തികമുക്കാൽ, രോഹിണി, മകീരമര, ചിങ്ങൻ രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിൻ കാൽ, വൃശ്ചികൻ രാശിയിൽ വരുന്ന വിശാഖം, കാൽ, അനിഴൻ, തൃക്കേട്ട നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് 2025 മാർച്ച് 15 ശനിയാഴ്ച വരെ കണ്ടകശനി സമയമാണെന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. കണ്ടകശനി ദോഷം എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ശനി എന്ന ഗ്രഹത്തെക്കുറിച്ചും അതെങ്ങനെയാണ് നമുക്ക് ദോഷകരമായി മാറുന്നതെന്നും അറിഞ്ഞിരിക്കണം. ശനി എന്നത് കാന്തശക്തിയുള്ള ശുദ്ധ ഇരുമ്പ് ഗ്രഹമാണ്. അതിനാൽ ജ്യോതിഷപ്രകാരം ആ ഗ്രഹത്തിന് നീല നിറം കൊടുത്തു. ഇരുമ്പ് മുറിക്കുമ്പോൾ മുറിഞ്ഞ ഭാഗത്തിന് നീല നിറം ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നീല നിറത്തിൽ കാണുന്നത് അതിലെ ശുദ്ധമായ ഇരുമ്പാണെന്ന് നമ്മൾ അറിയണം. ശനിഗ്രഹത്തിൻ്റെ കാന്തശക്തി ഭൂമിയിലെ ഇരുമ്പിനെ ആകർഷിക്കുന്നുണ്ടെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയിലുള്ള ഒരാളുടെ കണ്ടകശനി സമയത്ത് അയാളിൽ ശനിയുടെ സ്വാധീന ശക്തി അല്ലെങ്കിൽ ആകർഷണീയത കൂടുതലായിരിക്കും. അയാൾ ജനിക്കുന്ന സമയത്ത് ശനിയുടെ സ്ഥാനം പ്രതികൂലമായിട്ടാണെങ്കിൽ ശനിയുടെ ആകർഷണ ശക്തി കൊണ്ട് അയാളുടെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ അംശം കുറഞ്ഞു വരും. അങ്ങനെ ശനിയുടെ ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ കുറയുമ്പോൾ മരണതുല്യമായ അവസ്ഥ വരെ ഉണ്ടായേക്കാം. ഇതുകൊണ്ടാണ് കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കണ്ടകശനിയേക്കാൾ കൂടുതൽ ദോഷം ഏഴരശനി സമയത്തിനാണ്. മകരം, കുംഭം, മീനം രാശികളിൽ വരുന്ന ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് 2025 മാർച്ച് 15 വരെ ഏഴരശനി സമയമാണ്. ഇതിൽ തന്നെ ശനി നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം രണ്ടാം പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണ് ശനിയുടെ ദോഷങ്ങൾ അധികമായി വരുന്നത്. അപ്പോൾ ശനിയുടെ ആകർഷണം കൂടുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ ഇരുമ്പിനെ വല്ലാതെ ആകർഷിക്കുമ്പോൾ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ശുദ്ധ ഇരുമ്പിന് നീലനിറമായതുകൊണ്ട് പ്രാചീന ഭാരതീയ ആചാര്യന്മാർ ശനിദേവന് നീലനിറം കൊടുത്തു. കറുത്ത വസ്ത്രത്തിനും സൂര്യരശ്മികളെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ശനിയുടെ അധിഷ്ഠാന ദേവതയെ സങ്കല്പിക്കുന്ന ശബരിമല സ്ത്രീ ധർമ്മശാസ്താവിനെ കാണുവാൻ കറുത്ത വസ്ത്രം ഉപയോഗിക്കുന്നത്. നീലയും കറുപ്പും നിറത്തിലുള്ള വസ്ത്രങ്ങൾ കണ്ടകശനിക്കാർ ധരിക്കുന്നത് ശനിദോഷത്തെ കുറക്കാൻ സഹായിക്കും. ഇരുമ്പ് സത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് എള്ള്. എള്ളിൽ ജൈവ സൾഫർ, ചെമ്പ് സത്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അത് ശരീരത്തെ തണുപ്പിച്ച് ശനിയുടെ ദോഷത്തെ തടയുന്നു. ഒരു ഗ്ലാസ് ജലത്തിൽ എള്ളിട്ട് കലക്കുക. മറ്റൊരു ഗ്ലാസ്സിൽ ഇരുമ്പോ തുറുമ്പോ ഇട്ട് കലക്കുക. രണ്ടിനും ഇരുമ്പ് കലങ്ങിയ പോലെ ഒരേ നിറം നിങ്ങൾക്ക് കാണാനാവും. അതുകൊണ്ട് എള്ളെണ്ണ പുരട്ടി അല്പം വെയിൽ കൊണ്ടാൽ ഇരുമ്പ് സത്ത് വർദ്ധിച്ച് ശരീരത്തിൽ ഊർജം കൂടും. ശനിയാഴ്ചകളിൽ ഇങ്ങനെ ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ ശനിദോഷമുള്ളവർ ശനിയാഴ്ച രാത്രി അത്താഴം കഴിക്കാതിരിക്കരുത്. എള്ള് ചേർത്ത ഭക്ഷണമാണ് ശനിയാഴ്ച രാത്രി കഴിക്കേണ്ടത്. അതെങ്ങനെയാണ് ശരിയാക്കുന്നത് നമുക്ക് നോക്കാം. ശുദ്ധമായ ഒരു ശീതളിമ അല്ലെങ്കിൽ തണുപ്പ് എള്ളിലുണ്ട്. അതുകൊണ്ട് പൈൽസ്, മുട്ടുവേദന തുടങ്ങിയ രോഗങ്ങൾ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില മുഴകൾ, അതെല്ലാം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ വരാതിരിക്കാൻ എള്ളേറെ സഹായിക്കും. വളരെ ലളിതമായ ഒരു ഭക്ഷണമാണ് എള്ള്. പക്ഷേ ഇത് ഒരു മഴത്തുള്ളി പോലെയാണ്. വലുതാകും തോറും സമുദ്രമായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എള്ളിനെ നമ്മുടെ യഥാർത്ഥ ശരീരത്തിൻ്റെ ഘടനയെ നിലനിർത്താനുള്ള കഴിവുണ്ട്. തലേ ദിവസം തന്നെ എള്ള് വെള്ളത്തിൽ കുതിർത്തിയിടുക. ശനിയാഴ്ച വൈകിട്ടെടുക്കുന്ന എള്ളിൽ അല്പം നെയ്യ് ചേർക്കുക. എള്ളിൽ നെയ്യ് ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വരണ്ട അവസ്ഥ, ഡ്രൈ ആകുന്നത് ഇല്ലാതാകുന്നു. ഷുഗറിന് വരെ ഇത് ഗുണം ചെയ്യും. നെയ്യ് കഴിക്കുന്ന ആൾക്ക് അധികം വെള്ളം കുടിക്കേണ്ടി വരില്ല. കാരണം നെയ്യ് എന്ന് പറയുന്നത് ജലത്തിൻ്റെ ഗുണം കൂടിയ ഒരു വസ്തുവാണ്. ഒരാൾ സിഗരറ്റ് വലിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ അയാളുടെ ചുണ്ടിൻ്റെയും നാക്കിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ഒക്കെ ലൂബ്രിക്കേറ്റിംഗ് ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത്. പുകയില കഴിക്കുമ്പോൾ ശരീരത്തിലെ നെയ്യ് മുഴുവൻ ഇല്ലാതാകും. ശരീരം ഡ്രൈ ആകും. ചുണ്ടുകളടക്കം വരണ്ട് വിണ്ടുകീറുകയും ചെയ്യും. പിന്നീട് അത് പൊറുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് പല ക്യാൻസർ രോഗത്തിനും കാരണമാകുന്നത്. ഭാരതത്തിലെ ഋഷിമാർ ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് നെയ്യും നെയ്പായസവും വെണ്ണയും ഒക്കെ പല ദേവീദേവന്മാരുടെ സങ്കല്പത്തിൽ വഴിപാട് കഴിപ്പിച്ച് നമുക്ക് ഇത്തരത്തിൽ നിവേദ്യങ്ങളാക്കി തരുന്നത്. എള്ളിൽ നെയ്യ് കൂടാതെ എല്ലാ പൂക്കളുടെയും ഗുണങ്ങളടങ്ങിയ ശുദ്ധമായ അല്പം തേനും ചേർക്കണം. ക്ഷേത്രങ്ങളിൽ ശ്രീ ലളിതാ പരമേശ്വരിയുടെയും ഗണപതിയുടെയും മറ്റും കയ്യിൽ
കരിമ്പ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനാവും. കരിമ്പിനകത്ത് നമ്മുടെ നട്ടെല്ലിന് ബലം നൽകുന്ന ഒരു വസ്തു അടങ്ങിയിട്ടുണ്ട്. കരിമ്പിൻ്റെ മൊട്ടുകൾ ഒരു 5 or 6 വരും. കരിമ്പിൽ നിന്ന് കിട്ടുന്ന ശർക്കര ദഹനത്തിന് സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന എള്ള് ഭക്ഷണത്തിൽ ആവശ്യത്തിന് ശർക്കരയും ചേർക്കണം. ഇതുകൂടാതെ ഈന്തപ്പഴവും കദളിപ്പഴവും ചേർക്കാം. ഇതുമൂലം ശരീരത്തിലെ ദുർഗന്ധങ്ങൾ കുറയും. ലൂബ്രിക്കേറ്റിംഗ് ഉണ്ടാകുന്നത് കൊണ്ട് ഭാവിയിൽ പ്രായാധിക്യം മൂലം ശരീരത്തിലുണ്ടായേക്കാവുന്ന മുട്ടുവേദന തുടങ്ങിയ ശാരീരിക വിഷമതകൾ കുറക്കാനാവും. ശനിയാഴ്ച ശാസ്താവിനും ശനി ഭഗവാനും എള്ളുതിരി കത്തിക്കാനും എള്ളുപായസം വഴിപാടായി കഴിച്ച് നമ്മളെ കൊണ്ട് ഭക്ഷിപ്പിക്കുന്നതും ശനിയുടെ ദോഷം പരിഹരിക്കാനുള്ള ആത്മീയ മാർഗങ്ങളായിട്ടാണ് ചെയ്തു വരുന്നത്. തത്വം അറിഞ്ഞു ചെയ്താൽ ഫലം വർദ്ധിക്കുമെന്നാണ് പ്രമാണം. അങ്ങനെ എള്ളും നെയ്യും ശർക്കരയും തേനും കദളിപ്പഴവും ഉണ്ടെങ്കിൽ ഈന്തപ്പഴം ചേർന്ന എള്ളു നിവേദ്യം കുടുംബത്തിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് തയ്യാറാക്കി ശനിയാഴ്ച രാത്രി കണ്ടകശനി, ഏഴശനി, നക്ഷത്ര ദോഷങ്ങൾ നിർബന്ധമായും മറ്റുള്ളവർ പൊതുവിലും കഴിച്ചാൽ ശനിയുടെ ദോഷങ്ങളകന്ന് ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കാനാകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.